ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാൻ വാറിനും അപ്പുറത്ത് ഇത് അമേരിക്ക നാറ്റോ ഇറാൻ വാറാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഇസ്രായേലാണ് ആക്രമിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാ ഫെസിലിറ്റികളും ഞങ്ങളുടേതാണ്, ഇതിൻ്റെ എല്ലാ സാധനവും ഞങ്ങളുടേതാണ്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് ഒരു ട്രീറ്റിയിലേക്ക് ഒരു ചർച്ചയിലേക്ക് കടന്നു വരിക, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫെസിലിറ്റി മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങളും കൂടി ഇടപെടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്ക ഈ യുദ്ധം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം, ഇത്രയും കൂടി ഇൻറ്റൻസിഫൈഡ് ആകുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ അതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, വെറുതെ അല്ല ബ്രിട്ടൻ്റെ വിമാനവാഹിനി കപ്പൽ ഈ മേഖലയിലൂടെ നടക്കുന്നത്, അറേബ്യൻ കടലിൽ നിൽക്കുന്നത്. അത് കൃത്യമായിട്ടും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ്. അമേരിക്കയും ബ്രിട്ടനും ഒരേപോലെ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാധ്യതയും വിദൂരമല്ല. ഇനി ചർച്ചകളിലൂടെ ആവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കൃത്യമായിട്ടും ആക്രമിക്കുന്ന ഒരു സാധ്യതയുണ്ടാകും. റഷ്യ കൃത്യമായിട്ടും MI6 ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ കൃത്യമായിട്ട് കുറ്റപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത്. കാരണം റഷ്യയിലെ ന്യൂക്ലിയർ ബോംബറുകളെ എങ്ങനെ ഉക്രൈൻ ആക്രമിച്ചോ അതേ മോഡലിൽ തന്നെയാണ് ഇറാനിലും ആക്രമണം ഉണ്ടായത്. കൃത്യമായിട്ട് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ആണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ബ്രിട്ടൻ്റെ പ്രതിനിധിയുടെ മുഖത്ത് നോക്കി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വെസ്റ്റേൺ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രകടമാണ് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ. അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ശരിക്കും കൃത്യമായിട്ട് ഇത് പറഞ്ഞു വയ്ക്കുന്നത്.